ജീവിതത്തിൽ അഭിനയിച്ചതിനെ പറ്റി ഞാൻ പറഞ്ഞതാണ്. അതായത് നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നതെല്ലാം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു മനുഷ്യൻ ആ ഒരു തിരശീലകൾ അല്ലെങ്കിൽ ഒരു മിനി സ്ക്രീനിലോ ബിഗ് സ്ക്രീനിലോ മുൻപിലല്ലാതെ ക്യാമറ കണ്ണുകൾക്ക് മുൻപിലല്ലാതെ അഭിനയിച്ച ഒരു സിറ്റുവേഷൻ അത് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച സമയത്തായിരുന്നു. എല്ലാ വിഷമങ്ങളും തൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ചുകൊണ്ട് അതൊന്നും മറ്റുള്ളവരെ കാണിക്കേണ്ട, തൻ്റെ വിഷമങ്ങളെല്ലാം തൻ്റെ സ്വകാര്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മയുടെ വിയോഗത്തിൽ നെഞ്ച് പൊട്ടിയ അതായത് പുറമേ കാണുമ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ വിയോഗത്തിൽ. അമ്മ പ്രായമായിട്ടാണ് മരിച്ചതെന്ന് പലരും പറയുന്നുണ്ട്. പ്രായമായിട്ട് മരിച്ചാണ്, മോഹൻലാലിന് അത് അറിയാമായിരുന്നു, അമ്മ പോകുന്നുള്ള അറിയാമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നീണ്ട 10 വർഷത്തോളം അമ്മ പക്ഷാഘാതം വന്നിട്ട് തളർന്ന് കിടപ്പിലായിരുന്നു. അമ്മയ്ക്ക് എഴുന്നേറ്റിരിക്കാനോ അമ്മയ്ക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ അങ്ങനെ 10 വർഷത്തോളം പൂർണ്ണമായിട്ട് തളർന്ന് കിടപ്പിലായിരുന്ന അമ്മയെ പൊന്നുപോലെ രാജകുമാരിയെ പോലെയാണ് മോഹൻലാൽ നോക്കിയിട്ടുള്ളത്. മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, നിൻ്റെ പ്രായമാണോ മോഹൻലാൽ എന്ന് വിളിക്കാനായിട്ട്, ചേട്ടാ ലാലേട്ടാന്ന്